ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. സ്വർണം ചേച്ചി എന്താ ചീരു? മുറിയിൽ എന്തോ ബഹളം കേട്ടു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചീരുമോളെ, ഈ റൂമിലെ പുറത്തുനിന്ന് ആരെങ്കിലും കേറിയായിരുന്നോ? പുറത്തുനിന്ന് ആര് വരാനാ ചേച്ചി? ആരെങ്കിലും വന്നാലും ഈ മുറിയിൽ എന്തിനാ കേറുന്ന? അല്ല, സരോജിനിയന്റെ എങ്ങാനും ഇവിടെ കേറി എന്തെങ്കിലും തെരയുന്നത് നീ കണ്ടോ? ആന്റി മുറി ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താ ചേച്ചി, വീണ്ടും വല്ലതും കാണാതായോ? എന്തിനും സരോജിനി ആന്റിയെ സംശയിക്കുന്നത് ശരിയല്ലേ ചേച്ചി? അവരൊരു പാവം. ഞാനതിന് അവരെ സംശയമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ചീരു. എന്തായാലും ഈ വീട്ടിൽ ഞങ്ങൾക്കെതിരെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അതുറപ്പാ. ഈ ചേച്ചി എന്തൊക്കെയാ രഘുവേട്ട പറയുന്നത്? രഘുവേട്ടൻ പറ, നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കാൻ മാത്രം എന്താ ഈ മുറിന്ന് കാണാതായ? അത് ചീരു, അതെന്താന്ന് വെച്ചാ അത് പിന്നെ അമ്പിളി ഇവിടെ റൂമില്. ഓ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്കറിയാം, എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കത് പറയാൻ കഴിയില്ലെന്ന്. തൊട്ടുമുമ്പ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞ സത്യസന്ധമായ പ്രവൃത്തി അടുത്ത നിമിഷം തന്നെ എന്റെ മുമ്പിൽ തകർന്നു വീഴുന്നത് അഭിമാനമുള്ള ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. എന്റെ ചേച്ചിയും ചേട്ടനും എന്റെ മുമ്പിൽ നിന്നിങ്ങനെ വേർക്കുന്നത് കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. അത് വേണ്ട. ഇതല്ലേ നിങ്ങളിപ്പോ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം? അർഹതയില്ലാത്ത സമ്പത്ത് ആയുസ്സുരുക്ക് എന്ന അച്ഛന്റെ വാക്ക് വീണ്ടും അന്വർത്ഥമാവുക. സന്തോഷത്തോടെ കയറി വന്ന നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥ നേരിടേണ്ടി വന്നത്? മോളെ ചീരു, നീ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. നിനക്കറിയാലോ, അച്ഛൻ പറഞ്ഞത് പ്രകാരം ഞങ്ങളെ സ്വർണം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതാ. അവിടുന്ന് തിരിച്ചു വരുമ്പോ ആ ഗുണ്ടകളെ കണ്ടെന്ന് പറഞ്ഞതും സത്യോ. പക്ഷേ സ്വർണം അത് കൊടുക്കാൻ പറ്റിയില്ല, കൊടുക്കേണ്ടി വന്നില്ല. സ്വർണം നേടിയിട്ടില്ലെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. രഘുവേട്ടൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ ബോസിന് ഇപ്പൊ മനസ്സിലായോ? അതെ, അതിൽ ഇങ്ങനെ ഒരു സൂചന ആദ്യമേ തന്നിരുന്നെങ്കിൽ രഘുവിനെ ഞങ്ങൾ ഫോളോ ചെയ്യില്ലായിരുന്നു. മോളെ, നിങ്ങൾ വന്നേ. രഘുവേട്ടന് ഈ സ്വർണം കാണാതായതില് ഒരു പങ്കുമില്ലെന്ന് അവര് തന്നെ പറയുമ്പോ ഞങ്ങളിത് തിരിച്ചു കൊടുക്കണോ മോളെ? കൈവെള്ളയിൽ വന്ന മഹാലക്ഷ്മിയെ കൈയോടെ തൂത്തെറിയുന്നത് പോലെ ആവില്ലേ അത്? എനിക്ക് മാത്രമല്ല, രഘുവേട്ടനും അത് തോന്നിയതുകൊണ്ടാ ഞങ്ങൾ ആരും അറിയാതെ ഇത് തിരിച്ചു കൊണ്ടുവന്നത്. അതെ ചീരു,
അതിലൊരു തെറ്റില്ലെന്ന് എനിക്കും തോന്നിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തു. ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന് ചിരുവിൽ നിന്ന് ഞങ്ങളത് മറച്ചു വെച്ചു. ചിരു, അതിന് നീ ഞങ്ങളോട് ക്ഷമിക്കണം. എന്നോട് നിങ്ങൾ ക്ഷമയൊന്നും ചോദിക്കണ്ട രഘുവേട്ട. അതിന് ഞാനാരാ? മോളെ, നിന്നെ അറിയിക്കണമെന്ന് രഘുവേട്ടൻ പറഞ്ഞതാ. ഞാനാ വിലക്കിയത്. നീ അച്ഛന്റെ ഭാഗത്ത് ചേർന്ന് ഇതിനെ വിലക്കിയ വീണ്ടും ഈ സ്വർണം കൈവിട്ട് പോകുമെന്ന് ഞാൻ ഭയന്നു. എടി, ഇനി നീ അറിയാതെ ഞങ്ങളൊന്നും ചെയ്യില്ല ചിരു. ദയവേത് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം മോളെ. ഞാൻ നിങ്ങളെ ഒറ്റ കൊടുക്കാനൊന്നും പോകുന്നില്ല ചേച്ചി. ഇനിയെങ്കിലും ഈ സ്വർണം കൈവിട്ടു പോകാതെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഇനി സ്വർണ്ണക്കടത്തുകാർ വന്ന് തെരഞ്ഞാലും അവരുടെ കണ്ണിപ്പെടാതിരിക്കാനാ സ്വർണം ഞാൻ ഈ ടെഡിബെയറിനകത്ത് വെച്ചത്. അതിൽ സ്വർണം വയ്ക്കുന്ന ആരും പ്രതീക്ഷിക്കില്ലല്ലോ. എന്നിട്ടും ചീരു എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ നിങ്ങളെ വിശ്വാസമില്ലാത്തോണ്ട് മുറി കയറി പരിശോധിച്ചതൊന്നും അല്ല രഘുവേട്ട. അച്ഛനും അമ്മയും രഹസ്യമായി സൂക്ഷിച്ച സ്വർണം വെളിച്ചത്ത് കൊണ്ടുവന്നത് നിങ്ങളുടെ മകള് തന്നെ, ലച്ചുമോള്. ലച്ചു, രഘുവേട്ട, എന്താ ആന്റി? മോളെ ഇത് നോക്കി, ഇതിനകത്തുനിന്ന് വീണതാ. സ്വർണ്ണക്കട്ടി തന്നെയാണോ ചെയ്തു? സ്വർണ്ണക്കട്ടിയോ? ഇതുപോലുള്ള സ്വർണ്ണക്കട്ടി ആന്റി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, കള്ളക്കടത്തുകാരുടെ കയ്യില്. അത് ഞാനും കണ്ടിട്ടുണ്ട്. ഇതേ ഈ ടെഡിബിയർ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് വെക്കുന്ന വെയിറ്റ് ആന്റി. ഇരുമ്പിലെ ഗോൾഡ് പെയിന്റ് അടിക്കുന്നതാ, തുരുമ്പിക്കാതിരിക്കാൻ. ആണോ? എന്തായാലും ഇത് വലിയ അപകടോ. കൊച്ചുകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടത്തിനകത്ത് ഇത്രയും ഭാരമുള്ള ഇരുമ്പ് കട്ടി കയറ്റി വെക്കാന്ന് പറഞ്ഞോ? വെയിറ്റ് ഉള്ളത് സാധാരണ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതല്ല. ഇത് ഷോക്കേസിൽ വെക്കാനുള്ളതാ. ലച്ചുമോൾ എടുത്തുകൊണ്ട് വന്നതായിരിക്കും അല്ലേ? ആ അതെ. ഭാഗ്യത്തിന് മോളുടെ കാലില് വീണില്ല. ഓ, സാരല്ല, ഇത് ഞാൻ മാറ്റി വെച്ചേക്കാം. ആന്റി, മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനിത് വെച്ചിട്ട് വരാം. മക്കളെ ഞാൻ നോക്കിക്കോളാം. ഈശ്വര, സരോജിനി എനിക്കത് മനസ്സിലായില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. മോളെ ചീരു, എടി, നീയാ ഞങ്ങളെ രക്ഷിച്ചത്. ഇതിന്റെ കടപ്പാട് ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് നിന്നോടുണ്ടാകും. അത് നിങ്ങൾ അല്ലെങ്കിലും എന്നോട് കാണിക്കണം ചേച്ചി. എനിക്കും എന്റെ മക്കൾക്കും നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും ചീരു. ഈ സ്വർണം കൊണ്ട് ഞങ്ങൾ എന്ത് നേടിയാലും അതിലൊരു പങ്ക് നിനക്കും കൂടി ഉള്ളതാ, അല്ലേ അമ്പിളി? അതെ.
നിന്നെ ഇതൊക്കെ അറിയിക്കാതിരുന്നപ്പോഴും ഞങ്ങളത് തീരുമാനിച്ചതാ ചീരു. നിന്റെയും നിന്റെ മക്കളുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും ചീരു ഇത് നമുക്ക് കിട്ടിയത്. ശരി, എന്നാ പിന്നെ നിങ്ങൾ സമാധാനമായിട്ട് കിടന്നു. നിങ്ങളുടെ ഉറക്കം കളയണ്ടെന്ന് കരുതിയ ഞാനിപ്പോ തന്നെ തിരിച്ചു വന്നത്. ചീരു, ഇത് നിന്റെ കയ്യിലിരിക്കുമ്പോ ഞങ്ങൾ എന്തൊക്കെ നുണകളാ നിന്നോട് പറഞ്ഞത്. ദേ, നീ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ മോളെ. ഇല്ല ചേച്ചി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. ചിരു, ദാസങ്ങളിനോട് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ സ്വർണ്ണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതുപോലൊരാളുടെ സഹായം നമുക്ക് കൂടിയേ തീരൂ. എനിക്കറിയാം, അങ്കിളിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. എല്ലാം നിങ്ങൾ അങ്കിളിനോട് പറഞ്ഞു കാണുമെന്നും അദ്ദേഹം അതിനെ പോസിറ്റീവായിട്ട് എടുത്തു കാണുമെന്നും. ചീരു, നാളെ തന്നെ ഈ സ്വർണം നമുക്ക് ദാസങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം. അതിന് നീയും കൂടെ ഞങ്ങളോടൊപ്പം വരണം. അയ്യോ, ഞാനെന്തിനു ചേച്ചി വരുന്നത്? നിങ്ങൾ തന്നെ പോയാ മതി. ഞാൻ മക്കളെ നോക്കി ഇവിടെ ഇരുന്നോളാം. അത് പോരെ ചിരു, ചീരു കൂടി വരുന്ന സേഫ്. മക്കളെ നമുക്ക് സരോജനെ ഏൽപ്പിച്ചിട്ട് വേഗം പോയിട്ട് വരാം. നിന്റെ ചെക്കപ്പിന്റെ ഡേറ്റും ആയില്ലേ ചീരു? അടുത്ത ചെക്കപ്പിന്റെ സമയത്ത് ഡെലിവറി ഡേറ്റ് കൂടെ പറയാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നമുക്കേ നാളെ ഡോക്ടറെ കൂടെ ഒന്ന് പോയി കാണാം, എന്താ? ആ ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ, നിങ്ങളും കിടന്നോ. ഗുഡ് നൈറ്റ്. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലായിരുന്നു ചിരുനോട് പറയാന്ന്. സാറില്ല, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ?